ദൈവത്തിന് മഹത്വം. നമുക്ക് ഇപ്പോൾ ഒരു വേദഭാഗം വായിക്കാം. യെശയ്യാ പ്രവചനം 27-ാം അധ്യായം, അതിൻ്റെ 2-3 വാക്യങ്ങൾ. യെശയ്യാ പ്രവചനം 27-ന്റെ 2-3 വാക്യം. അക്കാലത്തിലെ നല്ല ദ്രാക്ഷരസത്തെ തരും திராட்சைத்தோட்டம் உண்டாயிருக்கும், அதை குறித்து பாடுங்கள். கர்த்தராகிய நான் அதை காப்பாற்றி அடிக்கடி அதற்கு தண்ணீர் பாய்ச்சி ஒருவரும் அதை சேதப்படுத்தாதபடிக்கு அதை இரவும் പകലും കാത്തുകൊള്ളുവേൻ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പ്രവാചകനെ യെശയ്യാവ് നമ്മെ ഓർപ്പിക്കുന്ന വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സത്യമുണ്ട്. ഒന്നാമതാണ് ഓർപ്പിക്കുന്നത്, മനോഹരമായ മുന്തിരിത്തോട്ടത്തെ പറ്റി പാട്ടുപാടുവിൻ. രണ്ടാമത് പറയുന്നു, ഞാനതിനെ സൂക്ഷിക്കും, ക്ഷണം പ്രതി ഞാനതിനെ നനയ്ക്കും, ആരും തൊടാതിരിക്കേണ്ടതിന് ഞാനതിനെ രാവും പകലും സൂക്ഷിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവം പ്രശംസയായി പറയുന്നതും ദൈവം ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സൂക്ഷിക്കുന്നതും വളർത്തുന്നതുമായ ഒരു സൗന്ദര്യമുള്ള, ഒരു മഹത്വമുള്ള, ഒരു മനോഹരത്വമുള്ള ഒരു മുന്തിരിത്തോട്ടത്തെക്കുറിച്ചാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ദൈവം തന്നെ അതിനെ വളരെ മനോഹരമായി വർണ്ണിക്കുമ്പോൾ അതിൻ്റെ സൗന്ദര്യം എത്ര വലുതാണ് എന്ന് നമ്മൾ ചിന്തിച്ചു കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. ഈ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശരിക്കും നാം പഠിക്കുമ്പോൾ ഇത് അക്ഷരീയമായ ഒരു മുന്തിരിത്തോട്ടമല്ല. ദൈവത്തിന് സ്തോത്രം. ഇത് ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടമാണ്. ഈ മുന്തിരിത്തോട്ടത്തിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചും മുന്തിരിവള്ളിയെക്കുറിച്ചും ഇതിൻ്റെ വിശേഷതകളെക്കുറിച്ചുമൊക്കെ പല വിധത്തിൽ ബൈബിളിൻ്റെ പല ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇത് മുന്തിരിത്തോട്ടവുമായി ബന്ധപ്പെടുത്തി പറയാൻ കാരണം, ഒരു യഹൂദൻ്റെ വീട്ടിൽ എപ്പോഴും ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരിക്കും. മുന്തിരിത്തോട്ടം, അത്തിവൃക്ഷം, ഒലിവ് തോട്ടം, ഇങ്ങനെയുള്ള വിളകളൊക്കെ സാധാരണ ഒരു സ്റ്റാൻഡേർഡ് യഹൂദൻ്റെ ഭവനത്തിലുണ്ടായിരിക്കും. ദൈവത്തിന് സ്തോത്രം. മുന്തിരിത്തോട്ടത്തിൻ്റെ ഉദ്ദേശം, മുന്തിരിവള്ളിയുടെ അനുഭവം നമുക്കറിയാം. മുന്തിരിവള്ളിയുടെ അനുഭവം എന്ന് പറയുന്നത് അതിൻ്റെ മുന്തിരിപ്പഴമാണ്. ഇതിൻ്റെ രസം ഒന്ന് ആസ്വദിക്കാൻ നല്ലതാണ്. രണ്ട്, നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നത് എന്ന് തിരുവെഴുത്ത് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. മനുഷ്യന്റെ ക്ഷീണം മാറ്റുന്നതാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ ദൈവത്തെയും മനുഷ്യരെയും ആനന്ദിപ്പിക്കുന്ന രസം ഈ മുന്തിരിവള്ളിയുടെ അനുഭവത്തിലുണ്ട്. അപ്പം ആരോഗ്യദായകം, സന്തോഷദായകം, ക്ഷീണം മാറ്റുന്ന, ദൈവത്തെയും മനുഷ്യനെയും സന്തോഷിപ്പിക്കുന്ന ഈ മുന്തിരിവള്ളിക്ക് അനേക പ്രത്യേകതകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു ഒരിക്കൽ ശിഷ്യഗണങ്ങളോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ അത് എഴുതിയിട്ടുണ്ട്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു, എൻ്റെ പിതാവ് തോട്ടക്കാരനാകുന്നു, നിങ്ങൾ കൊമ്പുകളാകുന്നു. എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് സ്വയമായി ഫലം കായ്പാൻ കഴിയില്ല. നിങ്ങൾ ഫലം കായ്ച്ചില്ലെങ്കിൽ ഒരു കൊമ്പ് പോലെ നിങ്ങളെ പുറത്തു കളയും. നിങ്ങൾ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടും. ഇങ്ങനെ ഒരു മുന്തിരിവള്ളിയും അതേ തുടർന്നുള്ള അനുഭവങ്ങളെല്ലാം നിറഞ്ഞ ഒരു ജീവിതമാണ് കർത്താവും നാമുമായുള്ള ബന്ധത്തിൻ്റെ ജീവിതം എന്ന് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ കാലങ്ങളിൽ വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം.
അതുപോലെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്ത വേലക്കാർക്ക് ഇതാ യജമാനൻ കൊടുക്കുന്ന സാലറി 11 മണി നേരത്തും പകൽ മിനക്കെട്ട് നിൽക്കുന്നവരെ വിളിച്ച് മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുവിൻ എന്ന ആഹ്വാനം കൊടുത്തിട്ട് അവർക്കും ഇതാ രാവിലെ മുതൽ വേല ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന അതേ സാലറി കൊടുക്കുന്നു. കാരണം 11 മണി നേരം ആയതുകൊണ്ട് അല്പനേരം മാത്രമേ ഉള്ളെന്ന് മനസ്സിലാക്കി കൂടുതൽ അധ്വാനിക്കാൻ അവർ മനസ്സ് വെച്ചു. അവർ അയോഗ്യരായിട്ടാണ് ഈ തോട്ടത്തിൽ വന്നതെന്ന് പറഞ്ഞാൽ സമയം കഴിഞ്ഞിട്ടാണ് വന്നത്, എനിക്ക് ആ സാലറി കിട്ടാൻ സാധ്യതയില്ല എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവർ നന്നായി അധ്വാനിച്ചു. അവരുടെ അധ്വാന ഫലം, അവരുടെ ആ അവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ട് രാവിലെ മുതൽ അധ്വാനിച്ചവർക്ക് കൊടുത്ത അതേ വെള്ളിക്കാശ് യജമാനൻ അവർക്ക് കൊടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ മുന്തിരിത്തോട്ടത്തിലെ വേല കർത്താവിൻ്റെ ശുശ്രൂഷയുമായുള്ള ബന്ധത്തിൽ നമ്മുടെ അധ്വാനമാണ് എന്നുള്ളത് അവിടെ വെളിപ്പെടുകയാണ്. ഇങ്ങനെ മുന്തിരിത്തോട്ടത്തെ പറ്റി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വളരെയധികം വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു കുടുംബത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു നല്ല ഭക്തനായ മനുഷ്യന്റെ ഭാര്യ ഭവനത്തിൽ ഫലപ്രദമായ ഒരു മുന്തിരിവള്ളി പോലെയായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അതെ, ഫലപ്രദമായ ഒരു മുന്തിരിവള്ളിയുടെ അനുഭവം പോലെയായിരിക്കും ഒരു നല്ല സ്ത്രീ, ദൈവഭക്തിയുള്ള, ഭവനത്തെ സ്നേഹിക്കുന്ന, ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു നല്ല സ്ത്രീ ഒരു ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയായിരിക്കും. 128-ാം സങ്കീർത്തനത്തിൽ അതിൻ്റെ വിശദീകരണങ്ങളെല്ലാം നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ഇതുപോലെ മുന്തിരിത്തോട്ടത്തെ പറ്റിയും മുന്തിരിവള്ളിയെ പറ്റിയും മുന്തിരി വൃക്ഷത്തെ പറ്റിയും മുന്തിരിവള്ളിയുടെ അനുഭവത്തെക്കുറിച്ചുമൊക്കെ കർത്താവും പരിശുദ്ധാത്മാവും പ്രവാചകന്മാരുമൊക്കെ ആവർത്തിച്ച് ബൈബിളിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി മരണത്തോടനുബന്ധിച്ച് നടത്തുന്ന തിരുവത്താഴ ശുശ്രൂഷയിലും കൊടുക്കുന്ന ആ മുന്തിരിവള്ളിയുടെ അനുഭവത്തെക്കുറിച്ച് താൻ വ്യക്തമാക്കുന്നു. ഞാൻ വരുവോളം എൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്ന ശുശ്രൂഷയാകയാൽ അത് നിങ്ങളുടെ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് പറഞ്ഞുകൊണ്ട് തിരുവത്താഴത്തിൽ നമ്മൾ അക്ഷരീയമായി വീഞ്ഞ് ഉപയോഗിക്കുന്നുണ്ട്. എങ്കിലും അതിന് ചില ആത്മീയ അർത്ഥമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് ഇത് എൻ്റെ രക്തമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഉപമിച്ച് പറഞ്ഞിരിക്കുന്നതാണെങ്കിലും കർത്താവ് പറഞ്ഞത് ഇത് എൻ്റെ രക്തമാകുന്നു. ആ അപ്പത്തെ നോക്കി പറഞ്ഞത് എൻ്റെ മാംസമാകുന്നു. ഇത് ദൈവികമായ ബന്ധത്തിലൂടെ സഭയുടെ ആ ബന്ധത്തിൻ്റെ ശ്രേഷ്ഠതയെ വെളിപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ തിരുസഭയ്ക്ക് തിരുവത്താഴ ശുശ്രൂഷ എന്നുള്ളത് ഒന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചിന്തിച്ചിട്ടുള്ള വിഷയമാണല്ലോ. ദൈവത്തിന് സ്തോത്രം. മുന്തിരിവള്ളിയുടെ അനുഭവമാകുന്ന ധാരാളം അനുഗ്രഹങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതിന് നിദാനമായി തീരുന്നത് ഒരു തോട്ടമാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഒരു മുന്തിരിവള്ളിയെ കുറിച്ചല്ല പറയുന്നത്, പിന്നെ അനേക മുന്തിരിവള്ളികൾ ചേർന്നാണ് ഒരു തോട്ടമായി തീരുന്നത്. ഇസ്രായേലിനെ കുറിച്ച് പഠിക്കുമ്പോൾ ദൈവം തന്നെ പറയുന്നു, ഞാൻ മിസ്രയീമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു എന്നാണ്. ദൈവത്തിന് സ്തോത്രം. മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന ഒരു മുന്തിരിവള്ളിയാണ് ഇസ്രായേൽ എന്ന് 80-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. തന്നെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ആയതുപോലെ മുന്തിരി പഴം പോലെ ഞാൻ ഇസ്രായേലിനെ കണ്ടെത്തിയെന്ന് ഹോശേയ പ്രവചനം 9-10 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 10-1 വായിക്കുമ്പോൾ ഇസ്രായേൽ പടർന്നിരിക്കുന്ന ഒരു മുന്തിരിവള്ളി എന്നാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവിടെ നിന്ന് ഒന്ന് മനസ്സിലായി, അക്ഷരി ഇസ്രായേലിനെ കുറിച്ച് ദൈവം പറയുന്നത് അവർ പടർന്നിരിക്കുന്ന ഒരു മുന്തിരിവള്ളി പോലെയാണ്, അവർ മുന്തിരി പഴം പോലെയാണ്, മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന മുന്തിരിവള്ളിയാണ് എന്നൊക്കെ പഠിക്കുമ്പോൾ പെട്ടെന്ന് ദൈവവചനത്തെക്കുറിച്ച് അറിവുള്ള ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ വരും, പാപത്തിന്റെ അധീനതയിൽ നിന്ന് വിടുവിക്കപ്പെട്ട കർത്താവിൻ്റെ സഭയാണ് ഈ മുന്തിരിത്തോട്ടമെന്നും ഈ മുന്തിരി വള്ളി ഓരോ ദൈവമക്കളുമാണെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ തന്നെ ഒറ്റ
ഒറ്റ ഒരു മുന്തിരിവള്ളിയെക്കുറിച്ച് കർത്താവ് പറയുന്നു. കർത്താവുമായുള്ള ബന്ധവും നമ്മുടെ ജീവിതം ഫലമായി തീരുന്നതിൻ്റെ അനുഭവത്തെക്കുറിച്ചുമാണ് യോഹന്നാൻ 15:1 മുതലുള്ള വേദഭാഗത്തിൽ വായിക്കുന്നത്. അവിടെ പിതാവ് തോട്ടക്കാരൻ, സ്തോത്രം, എല്ലായിടത്തും തോട്ടക്കാരൻ കർത്താവ് തന്നെയാണ്, പിതാവായ ദൈവം തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തന്നെ അതിലെ ഒരു മുന്തിരിവള്ളിയായിട്ട് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുകയാണ്. ഇനി ഓരോ മുന്തിരിവള്ളിയുടെയും ഒന്നാമത്തെ ഭാഗം ക്രിസ്തുവാണെങ്കിൽ അതിൻ്റെ കൊമ്പുകൾ ഓരോരുത്തരും നാം ഓരോരുത്തരുമാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി ആ കൊമ്പുകൾ മുന്തിരിവള്ളിയോട് ചേർന്നിരിക്കുമ്പോൾ ധാരാളം ഫലങ്ങൾ ഉണ്ടാകുന്നു. ഫലമുണ്ടായില്ലെങ്കിൽ ഈ മുന്തിരിവള്ളി കൊണ്ട് എന്താണ് അർത്ഥം, എന്താണ് പ്രയോജനം? 2 വിധത്തിൽ മുന്തിരിവള്ളിയെക്കുറിച്ച് തിരുവെഴുത്ത് പറയുന്നത്. 1 ഫലം കായ്ക്കാത്ത മുന്തിരിവള്ളി, 2 കാട്ടുമുന്തിരിങ്ങ കായ്ച്ചതായ മുന്തിരിവള്ളി. ദൈവത്തിന് സ്തോത്രം. ഇത് രണ്ടും ദൈവത്തിന് വെറുപ്പാണ്. ഫലം കായ്ക്കാത്തതിനെ വെട്ടിക്കളയുന്നു. കാട്ടുമുന്തിരിങ്ങ കായ്ച്ചപ്പോൾ തോട്ടത്തിൻ്റെ വേലിയെല്ലാം പൊളിച്ചു കളയുകയാണ്, അതിനെയെല്ലാം എടുത്തു കളയുകയാണ്, ആ സ്ഥലം കൂടെ അതിനെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ദുഃഖത്തോടെ പറയുന്നു, ഞാനിനി ഈ തോട്ടത്തിൽ എന്ത് ചെയ്യണം എന്നൊക്കെ പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ചുരുക്കത്തിൽ ഓർപ്പിക്കുമ്പോൾ ദൈവിക ബന്ധത്തിലുള്ള ആത്മീയ ജീവിതം, ഫലം പുറപ്പെടുവിക്കുന്ന ഒരു ആത്മീയ ജീവിതം, ഒന്നുകൂടെ പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സമ്പൂർണതയിലേക്ക് എത്തിച്ചേരുവാൻ വിളിക്കപ്പെട്ട ദൈവമക്കളുടെ സമൂഹമാണ് ഈ മുന്തിരിത്തോട്ടം. അതിൻ്റെ നിഴലായ ഭാഗമാണ് യെശയ്യാ പ്രവചനം 27-ാം അധ്യായത്തിൽ നാം വായിച്ചതായ 2-3 വാക്യങ്ങൾ. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ചില സത്യങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ആ ഭാഗം നിർത്താം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ ജനം ഒരു മുന്തിരിത്തോട്ടമാണ്. ദൈവത്തിൻ്റെ ജനമെന്ന് പറയുമ്പോൾ അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. 4 പേർ കൂടുന്നത് മാത്രമല്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് കൂട്ടായ്മയെക്കുറിച്ച് പല വിധത്തിലുള്ള അഭിപ്രായമുള്ളവരുണ്ട്. സഭ എന്ന വാക്കെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാത്തവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. എക്ലീഷ്യ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് സഭ, ചർച്ച്. ദൈവത്തിന് സ്തോത്രം. ഇതിനൊക്കെ ശരിയായ അർത്ഥമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്താൽ വേർതിരിക്കപ്പെട്ട, ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനായി ദൈവത്താൽ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വേർതിരിക്കപ്പെട്ട കൂട്ടമാണ് ദൈവത്തിൻ്റെ സഭ. ദൈവത്തിന് സ്തോത്രം. ആയതുകൊണ്ടാണ് രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിൻ്റെ സഭ എന്ന് തിരുവെഴുത്ത് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ സമ്പാദ്യമാണ്, കർത്താവ് വേർതിരിച്ചതാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, നിങ്ങളെ തന്നെയും സ്വന്തരത്വത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ രക്തത്താൽ സമ്പാദിച്ച ഒരു ആട്ടിൻകൂട്ടം, കർത്താവിൻ്റെ സ്വന്തമാണ് സഭ, കർത്താവിൻ്റെ സമ്പാദ്യമാണ് സഭ. കർത്താവ് പരിശുദ്ധ രക്തം കൊടുത്തു നേടിയതാണ് സഭ. അപ്പൊ രക്തത്താൽ നേടിയ കർത്താവിൻ്റെ സ്വന്തമായ കർത്താവിൻ്റെ സമ്പാദ്യമാണ് സഭ. ദൈവത്തിന് സ്തോത്രം. ഇതിനെ ഒരു ആട്ടിൻകൂട്ടത്തോട് ഉപമിച്ച് പറഞ്ഞിരിക്കുന്നു. സഭയെ ഉപമിക്കുന്ന ധാരാളം സത്യങ്ങൾ ബൈബിളിലുണ്ട്. എന്തിനാണെന്നറിയാമോ? ഓരോ വിധത്തിലും അതിനെ പഠിക്കുവാൻ ധാരാളം കാര്യങ്ങൾ, മർമ്മങ്ങൾ ദൈവസഭയുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഭ എന്നുള്ളത് ഒരു വലിയ മർമ്മമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെ പിന്നെ പറയുന്നു, സഭയെ മേയ്പ്പാൻ അധ്യക്ഷരാക്കി വെച്ച ദൈവത്തിന് സ്തോത്രം എന്നൊക്കെ പറയുമ്പോൾ, ഇവിടെ ഈ മുന്തിരി തോട്ടം എന്ന് പറയുമ്പോൾ വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടം ദൈവജനം. ദൈവജനമെന്ന് പറയുമ്പോൾ ദൈവജനം മാത്രമല്ല, ആ സഭയിൽ, ആ ദൈവജനത്തിൽ ജനത്തെ നടത്തുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകരുണ്ട്. കൂടാതെ അവരെ തിരഞ്ഞെടുത്ത ക്രിസ്തുവുണ്ട്. പിന്നെ
ആ സഭയെ പൂർണ്ണപ്പെടുത്തുന്ന പണിയുന്ന പരിശുദ്ധാത്മാവുണ്ട്. ഇതെല്ലാം ഉൾപ്പെടുമ്പോഴാണ് വേർതിരിക്കപ്പെട്ട ദൈവജനം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇതെല്ലാം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അല്ലാതെ 4 പേര് സ്വന്തം ഇഷ്ടപ്രകാരം പോയി കൂടിയിരിക്കുന്നതെല്ലാം ദൈവത്തിന്റെ സഭയല്ല. മുഴുവൻ ലോകത്തും കർത്താവിന് ഒരു സഭയുള്ളൂ, ഒരു തലയ്ക്ക് ഒരു ശരീരം. അപ്പോൾ തന്നെ നമുക്ക് ധാരാളം കൂടിവരവുകളുണ്ട്. ഇതിൻ്റെ എല്ലാം ഉപദേശം, പരിശുദ്ധാത്മാവിന് നടത്തിപ്പ്, എല്ലാവരിലും വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് ഒന്നു തന്നെയെന്ന് ബൈബിൾ പറയുന്നു. ഇപ്പോൾ നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ ആത്മാവ് പറയുന്നു, അന്യഭാഷ പറയുന്നു, കൃപാവരങ്ങൾ ജ്വലിപ്പിക്കുന്നു. ഇതൊക്കെ നടക്കുമ്പോൾ ഇതേ സമയത്ത് അനേക സ്ഥലങ്ങളിൽ കൂട്ടങ്ങൾ നടക്കുന്നുണ്ട്. അവിടെയൊക്കെയും ഇതേ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാനിപ്പോൾ ഓർക്കുന്നു, ഒരു സ്ഥലത്ത് ഒരിക്കലൊരു വിശ്വാസി എന്നോട് ചോദിച്ചു, വെച്ചാൽ ഇന്ന് എന്ത് വാക്യമായിരുന്നു പ്രസംഗിച്ചത്? അപ്പം ഞാൻ ആ വാക്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാം, അയ്യോ ഞങ്ങളുടെ ഇവിടെ അതേ വാക്യമായിരുന്നു പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് എല്ലായിടത്തും ഒരു വാക്യമായിരിക്കണമെന്നില്ല. പിന്നെയോ ഓരോ സഭയുടെ നിലവാരം അനുസരിച്ച്, വ്യക്തികളുടെ അവസ്ഥ അനുസരിച്ചൊക്കെ പരിശുദ്ധാത്മാവ് ഇടപെടും. ദൈവത്തിന് സ്തോത്രം. ചിലപ്പോൾ 100 പേര് കൂടിയിരിക്കുമ്പോൾ അതിൽ 2 പേരുടെ അനുഭവമായിരിക്കും ചിലപ്പോൾ ഒരു പ്രവചനത്തിലൂടെ സംസാരിക്കുന്നത്. ആ വ്യക്തിക്ക് പെട്ടെന്ന് ഉണർവുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. അതുപോലെ ഓരോ വ്യക്തികളുടെ നിലവാരം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് ഒന്നു തന്നെയാണ്. എന്നാൽ എല്ലാവരും പ്രവർത്തിക്കുന്ന ഈ പരിശുദ്ധാത്മാവ് ദൈവസഭയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളൊക്കെ ഉണ്ട്, അതിലൂടെ അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ദൈവസഭയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി ആത്മാവിനാൽ മനുഷ്യരെ ഒന്നിപ്പിച്ച് പണിയുന്ന പണിയാണ് പരിശുദ്ധാത്മാവിൻ്റെ പണി എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. നിന്റെ രോഗം സൗഖ്യമായി, ആത്മാവിൽ പ്രാർത്ഥിച്ച് അന്യഭാഷ പറഞ്ഞപ്പോൾ രോഗം സൗഖ്യമായി, പ്രശ്നം പരിഹരിക്കപ്പെട്ടു. പക്ഷെ നിനക്ക് ഐക്യതയില്ലെങ്കിലോ, നിനക്ക് കൂട്ടുവിശ്വാസികളോ സഭാ ശുശ്രൂഷകളോടോ ഐക്യതയില്ലാത്ത വ്യക്തിയാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ യഥാർത്ഥ പണി നിന്നിൽ നടന്നിട്ടില്ലെന്നതിൻ്റെ അർത്ഥം. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിനാൽ ഒന്നിപ്പിച്ച് പണിയുന്നു. അപ്പോൾ വേർതിരിക്കപ്പെട്ട സമൂഹം ഇല്ലെങ്കിൽ മുന്തിരിത്തോട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സത്യം, ഇതിനകത്ത് വേർതിരിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനമുണ്ട്, അപ്പോസ്തലന്മാരുണ്ട്, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്, കർത്താവായ ക്രിസ്തുവുണ്ട്, പിതാവായ ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം അടങ്ങിയതാണ് ഈ മനോഹരമായ മുന്തിരിത്തോട്ടം. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭം, എത്ര മനോഹരം എന്ന് 133-ാം സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ സഹോദരങ്ങളുടെ ഐക്യതയിലുള്ള ആ സൗന്ദര്യത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. 133-ാം സങ്കീർത്തനത്തിന്റെ 1 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ ഒത്തൊരുമയുടെ മനോഹരത്വവും തുടർന്ന് അനുഗ്രഹവും ശാശ്വത ജീവനും ദൈവത്തിന്റെ കൽപ്പനയാൽ അവിടേക്ക് വരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ആർക്കും ആ അനുഗ്രഹത്തെ മാറ്റാൻ പറ്റത്തില്ലെന്നാണ്. ലോകത്തിൽ ഒരു ശക്തിക്കും ഒരു അധികാരത്തിനും ദൈവത്തിൻ്റെ കൽപ്പനയെ മാറ്റാൻ പറ്റിയില്ല. അവിടെ ആ ഭാഗമൊക്കെ ചിന്തിക്കുമ്പോൾ അവിടെയല്ലോ ദൈവം അനുഗ്രഹവും ശാശ്വത ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. 133-ാം സങ്കീർത്തനം മുഴുവൻ ഒരു ചെറിയ വെറും 3 വാക്യങ്ങൾ മാത്രമുള്ള ഒരു ഭാഗമാണെങ്കിലും അതിനകത്തെല്ലാം വളരെയേറെ മഹത്വമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞുപോലെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നിത്യജീവനും അവർക്ക് പ്രദാനം ചെയ്യുന്ന ആ സാഹോദര്യ ബന്ധം, അതിൽ ഒരു മഹത്വമുണ്ട്. സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭം, എത്ര മനോഹരം. ദൈവത്തിന് സ്തോത്രം. ഇത് ദൈവത്തിൻ്റെ സഭയുടെ നിഴലായൊരു ഭാഗമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരു കുടുംബത്തിൻ്റെ ഐക്യത ആ കുടുംബത്തിൻ്റെ സൗന്ദര്യമാണ്. ദൈവത്തിന് സ്തോത്രം. സഭയിലെ വിശ്വാസികൾ തമ്മിലുള്ള ഐക്യത ആ സഭയുടെ സൗന്ദര്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ
ഒരു കുടുംബത്തിൽ തമ്മിൽ പൂർണ്ണ സമാധാനവും ഐക്യതയും ഒരു സൗന്ദര്യമായി കാണാൻ കഴിയുമെങ്കിൽ പിതാവായ ദൈവവും പുത്രനായ ക്രിസ്തുവും പരിശുദ്ധാത്മാവാം ദൈവവും കർത്തൃ ശുശ്രൂഷകരും ദൈവമക്കളും കൂടെ ചേർന്ന് ഒന്നായിത്തീരുമ്പോൾ അതിൻ്റെ സൗന്ദര്യം എത്ര ഭയങ്കരമായിരിക്കും, എത്ര ശ്രേഷ്ഠമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവസഭ ഒരു മനോഹരമായ മുന്തിരിത്തോട്ടമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ മനോഹരമായ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് ഞാൻ പാട്ടുപാടും എന്നാണ് ഇവിടെ പ്രവാചകൻ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ മനോഹരമായ അന്ന് മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് നിങ്ങൾ പാടുവീൻ എന്നും ഞാൻ പാടും എന്നൊക്കെ പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പാടുന്ന 2 പാട്ടുകളെ കുറിച്ച് ഒന്ന് യെശയ്യാ പ്രവചനം 5-ാം അധ്യായത്തിലും 2:27 അധ്യായത്തിലുമാണ് കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇതേ പ്രവാചകൻ തന്നെ ഈ 2 പാട്ടുകളെ കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴാണ് മനുഷ്യൻ പാട്ട് പാടുന്നത്? എപ്പോഴാണ്? തിരുവെടുത്ത് പഠിപ്പിക്കുന്നത് നിങ്ങളിൽ സുഖമനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. യാക്കോബിന്റെ ലേഖനത്തിൽ 5-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖമനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. പാട്ട് എപ്പോഴും ഒരു സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഭാഗമാണ്. ദൈവത്തിന് സ്തോത്രം. ഇതാ മിസ്രയീമിൽ നിന്ന് ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ മോശയാൽ നടത്തപ്പെട്ട് ചെങ്കടൽ കരയിൽ വന്നപ്പോൾ അവർ ചില പ്രതിസന്ധികൾ നേരിട്ടു. എന്നാൽ പെട്ടെന്ന് ദൈവത്തിന്റെ ആലോചന പ്രകാരം മോശ ദൈവത്തിന്റെ വടി സമുദ്രത്തിന്റെ നേരെ നീട്ടിയപ്പോൾ സമുദ്രത്തിലെ വെള്ളം 2ആയി വിഭാഗിക്കപ്പെടുകയും തുടർന്ന് ദൈവത്തിന്റെ ജനം മറുകര കടക്കുകയും ആ ജനത്തെ പിന്തുടർന്ന ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ട് നശിപ്പിക്കുകയും ചെയ്തത് ദൈവത്തിന്റെ ജനം കണ്ടപ്പോൾ മോശയും ഇസ്രായേലും ചേർന്ന് മനോഹരമായ പാട്ടുപാടാൻ തുടങ്ങി. മനോഹരമായി പാട്ടുപാടി. തുടർന്ന് മോശയുടെ പെങ്ങൾ മിരിയാമും തന്നോടുകൂടിയുള്ള സ്ത്രീകളുമെല്ലാം ചേർന്ന് തപ്പെടുത്ത് നൃത്തം ചെയ്ത് നന്നായി പാട്ടുപാടി. ദൈവത്തിന് സ്തോത്രം. ഈ പാട്ട് എന്തിന്റെ പാട്ടായിരുന്നു? ശത്രുവിന്റെ പതനത്തിന്റെ പാട്ടായിരുന്നു. ഇസ്രായേലിന്റെ യഥാർത്ഥമായ വിടുതലിന്റെ പാട്ടായിരുന്നു. ജയത്തിന്റെ പാട്ടായിരുന്നു. പാട്ട് എന്തിനെ കാണിക്കുന്നു? ശത്രുവിന്റെ തകർച്ചയെ കാണിക്കുകയാണ്. ജീവിതത്തിന്റെ വിജയത്തെ കാണിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. സൗഖ്യത്തെ കാണിക്കുകയാണ്. അനേക കാര്യങ്ങൾക്ക് വേണ്ടി പാട്ടുപാടാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ പ്രഭുക്കന്മാർ കുത്തിയ കിണർ, അതിൽ ധാരാളമായി വെള്ളം ഇങ്ങനെ പൊങ്ങി വന്നപ്പോൾ അവർ പാട്ടുപാടാൻ തുടങ്ങി. കിണർ കുത്തിയത് ഫലമായി തീർന്നു. ചെയ്ത അധ്വാനം നഷ്ടമായി തീർന്നില്ല, അത് ഫലമായി തീർന്നു എന്നുള്ളതിന്റെ പ്രതീകമായി പാട്ടുപാടി. യുദ്ധത്തിൽ വിജയിച്ചപ്പോൾ ഇസ്രായേൽ രാജാക്കന്മാർ, പ്രത്യേകിച്ച് ദാവീദ്, ധാരാളം പാട്ടുകൾ എഴുതി. പോയ പാതയിലെല്ലാം താൻ അനുഭവിച്ച ഓരോ കഷ്ടങ്ങളിലും ദൈവത്തിന്റെ സഹായം തനിക്ക് ലഭിച്ചു. പ്രത്യേകിച്ച് അധികം രക്തച്ചൊരിച്ചിൽ നടത്തിയ, യുദ്ധം നടത്തിയ ഒരു രാജാവായിരുന്നു ദാവീദ്. എങ്കിലും ആ രാജാവിനെ കുറിച്ച് ബൈബിൾ പ്രത്യേകമായി 1-ലധികം ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ ചെന്നിടത്തൊക്കെ യഹോവ അവന് ജയം നൽകി. അങ്ങനെയെങ്കിൽ എല്ലാ സ്ഥലത്തും ജയം പ്രാപിച്ച ദാവീദ് ജീവിത അനുഭവങ്ങളിലൊക്കെ ധാരാളം പാട്ടുപാടി. വെറുതെ പാട്ടുപാടുകയല്ലായിരുന്നു, പിന്നെയോ നന്നായി വാദ്യം വായിച്ചു പാട്ടുപാടി. ദൈവത്തിന് സ്തോത്രം. കനാന്യ രാജാവായ സീസറയെ ഒരു സ്ത്രീയാൽ കൊല്ലപ്പെട്ടപ്പോൾ ദബോരയും പിന്നെ രാജാക്കന്മാരൊക്കെ ചേർന്ന് പാട്ടുപാടാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. നന്നായി പാട്ടുപാടാൻ തുടങ്ങി. ബാരാക്ക് രാജാവ്, ദബോര എന്ന ഇസ്രായേലിന്റെ നടത്തിപ്പുകാരി ഒക്കെ ചേർന്ന് നന്നായി മനോഹരമായി പാട്ടുപാടാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. 13-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ യഹോവ നമുക്ക് നന്മ ചെയ്തിരിക്കുന്നത് കൊണ്ട് പാട്ടുപാടും. ദൈവത്തിന്റെ നന്മകൾ ജീവിതത്തിൽ വരുമ്പോൾ പാട്ടുപാടുകയാണ്. ജീവിത അനുഭവങ്ങളെയൊക്കെ ദാവീദ് പാട്ടാക്കി മാറ്റിയത് അവിടെയൊക്കെ ദൈവത്തിന്റെ സഹായം ലഭിച്ചു, ദൈവത്തിന്റെ സാന്നിധ്യം ലഭിച്ചു, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയൊക്കെ അവർ പാട്ടുപാടി.
ദൈവത്തിന് സ്തോത്രം. 33-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ 3-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നത് യഹോവയ്ക്ക് പുതിയ പാട്ട് പാടണമെന്ന്. ദൈവത്തിന് സ്തോത്രം. പുതിയ പാട്ടെന്ന് പറഞ്ഞാൽ എന്താണ്? അത് പുതിയ അനുഭവങ്ങളെ കാണിക്കുകയാണ്. എന്നിട്ട് പറയുന്നു നന്നായി വാദ്യം വായിക്കണം. ദൈവത്തിന് സ്തോത്രം. നന്നായി വാദ്യം വായിക്കുന്ന ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നന്നായി വാദ്യം വായിച്ച് നന്നായി പാട്ട് പാടുന്നു. ഈ പാട്ട് അനുഗ്രഹത്തിന്റെ പാട്ടാണ്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ ശൗലിന്റെ മേൽ ദുരാത്മാവ് ബാധിച്ചപ്പോൾ ദാവീദ് നന്നായി തൻ്റെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് എടുത്ത് പാട്ട് പാടിയപ്പോൾ ദുരാത്മാവ് അവനെ വിട്ടുപോയി. എല്ലാ ഇൻസ്ട്രുമെന്റ്സിലൊന്നും ദുരാത്മാവ് വിട്ടുപോകത്തില്ല. ചില ഇൻസ്ട്രുമെന്റ്സിൽ ദുരാത്മാവ് കയറത്തേ ഉള്ളൂ. അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സുകൾ, പാട്ടുകൾ ധാരാളമുണ്ട്. ദൈവികമല്ലാത്ത പാട്ട് പാടാനോ അതിന് താളം പിടിക്കാനോ പോകുന്നത് തെറ്റാണ് പ്രിയരെ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള പാട്ടുകൾ ദുരാത്മാക്കളുടെ സഹായത്താൽ എഴുതപ്പെട്ടതും ദുരാത്മാക്കളുടെ സഹായത്താൽ ഉള്ള ഇൻസ്ട്രുമെന്റ്സുമാണ്. ദൈവത്തിന് സ്തോത്രം. എത്രയോ മ്യൂസിക്കുകൾ കർത്താവ് അനുവദിച്ചാൽ അതിനെക്കുറിച്ച് പിന്നീട് ഒരിക്കൽ ചിന്തിക്കാം. നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വിഷയം അതല്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. അത്ഭുതങ്ങൾ പ്രാപിച്ചപ്പോൾ, ജയം പ്രാപിച്ചപ്പോൾ പാട്ട് പാടുന്നു. 98-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ദൈവം അത്ഭുത പ്രവൃത്തികളെ ചെയ്തതുകൊണ്ട് പാട്ട് പാടുന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. 144-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിൽ പുതിയ പാട്ട് പാടുവിൻ, 10 കമ്പിയുള്ള വീണ കൊണ്ട്. 10 കമ്പിയുള്ള ഒരു വീണ എല്ലാവർക്കും ദൈവം തന്നിട്ടുണ്ട്. ഏതാണ്? ദൈവത്തിന് സ്തോത്രം. അതിന് 10 കമ്പിയുണ്ട്. ചിലരുടെ കയ്യിൽ 11 കമ്പി വരെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോ 10 കമ്പിയുള്ള, സാധാരണയായി ഗോലിയാത്തിന് 12 കമ്പി ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോ 10 കമ്പിയുള്ള വീണ കൈകളടിച്ച് മനോഹരമായി ദൈവം തന്ന സ്വരം നന്നായി പാടണം. ചില പാടുമ്പോൾ ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കും. അതൊക്കെ കെട്ടുപോയ, കമ്പി പൊട്ടിപ്പോയ വീണകളാണ്. ദൈവത്തിന് സ്തോത്രം. പാട്ട് പാടുമ്പോൾ തലയാട്ടിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. ഇല്ല, ആ ഇൻസ്ട്രുമെന്റ്സിന്റെ സ്പ്രിങ് ഒക്കെ നല്ലതുപോലെ ഇരിക്കണമെങ്കിൽ നന്നായി പാടണം. ദൈവം ആരോഗ്യവും സൗഖ്യവും ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ, നല്ല തൊണ്ടയും നല്ല നാവും ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നന്നായി പാടണം. ദൈവത്തിന് സ്തോത്രം. വെറുതെ തുടയ്ക്ക് കൈയടിച്ച് ഇങ്ങനെ ലജ്ജിച്ച് എന്തോ സംഭവിച്ചതുപോലെ ഇരിക്കുന്നവരുണ്ട്. സ്തോത്രം. ജീവിതത്തിൽ വിജയവും സന്തോഷവും അനുഗ്രഹവും ദൈവം നടത്തിയ വഴികളെ കുറിച്ച് ചിന്തിക്കുന്നവരൊക്കെ ആണെങ്കിൽ നന്ദിയോടെ പാടും. ദൈവത്തിന് സ്തോത്രം. നന്ദിയോടെ പാടുന്ന എത്രയോ മനോഹരമായ പാട്ടുകൾ. സ്തോത്രം. നന്ദിയാൽ പാടും ഞാൻ ആമോദമായി, മൽപ്രിയ നിൻ സ്നേഹമോർത്ത്. നന്ദിയാൽ പാടും ഞാൻ ആമോദമായി, മൽപ്രിയ നിൻ സ്നേഹമോർത്ത്. ദൈവത്തിന്റെ സ്നേഹം ഹൃദയത്തിൽ നിറഞ്ഞ് കവിഞ്ഞു വരുമ്പോൾ, നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഒരുവൻ പാടുമ്പോൾ, ആരാധന സ്ഥലത്ത് അവന്റെ പാട്ട് കേൾക്കുമ്പോഴറിയാം ഈ വ്യക്തിയുടെ ഉള്ളത്തിൽ നന്ദിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. 10 കമ്പിയുള്ള ആ വീണ കൊണ്ട് നന്നായി അടിച്ച് സ്തോത്രം നന്നായി പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഒരു നല്ല ടേസ്റ്റി ഫുഡ് കഴിക്കുന്നത് പോലെയുള്ള ഒരു സംതൃപ്തി ജീവിതത്തിലുണ്ടാകും. ശരിക്കും സാധാരണ ആരാധനയ്ക്ക് വന്ന് എവിടെയെങ്കിലും വന്ന് എങ്ങനെയെങ്കിലും ഒക്കെ ഇരുന്ന് ചില വന്നിരിക്കുന്ന കണ്ടാൽ എന്തോ ഷെയ്പ്പാണെന്ന് പോലും അറിഞ്ഞുകൂടാ. ഏതോ ഒരു ഷെയ്പ്പിൽ വന്ന് എങ്ങനെയെങ്കിലും ഇരുന്ന് എന്തൊക്കെയോ കേട്ടിട്ട് അങ്ങ് പോകുന്നവരായിട്ടല്ല. നന്നായി ഇരുന്ന് നന്നായി കൈകളടിച്ച് പാട്ടുപാടി നന്നായി പ്രാർത്ഥിച്ച് നന്നായി സ്തോത്രം ചെയ്ത് ആരാധിച്ചിട്ട് ആരാധന സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ മോശ പർവ്വതത്തിൽ നിറങ്ങി വരുന്നത് പോലെ ഒരു കാഴ്ചയായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേലിലെ ഗോത്രപിതാക്കന്മാർ ഹെബ്രോനിൽ നിന്ന് ഇതാ മലയിറങ്ങി വരുമ്പോൾ അവരുടെ ഒരു കയ്യിൽ മുന്തിരിപ്പഴമുണ്ട്, ഒരു കയ്യിൽ മാതളപ്പഴമുണ്ട്, ഒരു കയ്യിൽ അത്തിപ്പഴമുണ്ട്, തോളിൽ മുന്തിരിക്കുലയുണ്ട്. ദൈവത്തിന് സ്തോത്രം. മുന്തിരിക്കുല എന്ന് പറയുന്നത് ആത്മസന്തോഷത്തെയും, അത്തിപ്പഴം എന്ന് പറയുന്നത് രോഗസൗഖ്യത്തെയും, മാതളപ്പഴം എന്ന് പറയുന്നത് കൃപകളെയും വരങ്ങളെയും ഒക്കെ കാണിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് ആരാധന സ്ഥലത്തുനിന്ന് പോകേണ്ടത്. ശരിയായി ആരാധിക്കുമ്പോൾ മനസ്സിൽ സംതൃപ്തി, ഹൃദയത്തിൽ ആനന്ദം, തലച്ചോറ് നന്നായി വികസിക്കും, ശരീരത്തിൽ ആരോഗ്യം, ഇതൊക്കെ കിട്ടും. ദൈവത്തിന് സ്തോത്രം. മനോഹരമായ മുന്തിരിത്തോട്ടത്തിലെ മുന്തിരിവള്ളികളൊക്കെ ഇതുപോലെയാണ് പ്രിയരെ. കാരണം ഇതിന് പാട്ടുപാടാൻ ധാരാളം
കാര്യങ്ങളുണ്ട്. ഈ മനോഹരമായ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പാട്ടുപാടാനുള്ള കാരണം എന്താണ്? ദൈവത്തിന് സ്തോത്രം. ഇതിനകത്ത് വിജയമുണ്ട്, ഇതിനകത്ത് വിടുതലുണ്ട്, ഇതിനകത്ത് അനുഗ്രഹമുണ്ട്, ഇതിനകത്ത് സ്വസ്ഥതയുണ്ട്, ഇതിനകത്ത് പ്രത്യാശയുണ്ട്. ഇതിന്റെ മുമ്പിൽ ശത്രു പരാജയപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ മനോഹരമായ മുന്തിരിത്തോട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന ദൈവസഭയിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഉണ്ടായിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ചില പറയുന്നു, ഞാൻ അവിടെ പോയിട്ട് ഒരു ഗുണവും ഇല്ലെന്നൊക്കെ പറയുന്നത്. ഒന്ന് നോക്കണം, കർത്താവാണോ അതിന്റെ മൂലക്കല്ല്? നിങ്ങൾ പോകുന്ന സഭയുടെ മൂലക്കല്ല് ക്രിസ്തുവാണോ അതോ മറ്റേതെങ്കിലും സ്ത്രീഹന്മാരാണോ എന്ന് നോക്കണം. ദൈവത്തിന് സ്തോത്രം. മൂലക്കല്ല് ക്രിസ്തുവാണെങ്കിൽ അത് ദൈവത്തിന്റെ സഭയാണെന്ന് ഉറപ്പിച്ചു കൊള്ളണം. അതുപോലെ ഇതിന്റെ അടിസ്ഥാന കല്ലുകൾ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ആണെങ്കിൽ, ഇല്ലെങ്കിൽ അപ്പോസ്തലന്മാർ അതിൽ ഉണ്ടോ എന്ന് നോക്കണം. അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞാൽ ഭൂമിയിൽ തങ്ങൾക്കുള്ളതിനെ എല്ലാം വിട്ട് കർത്താവിനെ പൂർണ്ണമായി പിൻപറ്റിയവരാണ്. പൂർണ്ണമായി പിൻപറ്റിയവർ. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചല്ലോ. ഇങ്ങനൊരു സാക്ഷ്യം ഓരോ അപ്പോസ്തലനും ഉണ്ടായിരിക്കണം. ഇതുകൊണ്ട് മാത്രം അപ്പോസ്തലത്തിന്റെ യോഗ്യതകൾ തീരുന്നില്ല. അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ടവരായിരിക്കണം, പരിശുദ്ധാത്മാവിനാൽ വേർതിരിക്കപ്പെട്ടവരായിരിക്കണം, തങ്ങൾക്കുള്ളതിനെല്ലാം വിട്ടുപിരിഞ്ഞവരായിരിക്കണം, ക്രൂശ് എടുക്കുന്നവരായിരിക്കണം, കർത്താവിനെ അനുഗമിക്കുന്നവരായിരിക്കണം. മാത്രമല്ല, ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടി അവർ തങ്ങൾക്കുള്ളതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ പൂർണ്ണതയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നവർ, മാതാവിനെ പോലെയും പിതാവിനെ പോലെയും ദൈവസഭയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഇടയന്മാരാണ് ഈ അപ്പോസ്തലന്മാർ. ഇതാണ് സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലന്മാരെ കുറിച്ച് പല സത്യങ്ങൾ മുൻ ക്ലാസ്സിൽ ഓർപ്പിച്ചത് കൊണ്ട് ഞാൻ ചുരുക്കി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവർക്ക് അല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. ദൈവത്താൽ വിളിക്കപ്പെട്ടവരും ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവരും ദൈവത്താൽ നടത്തപ്പെട്ടവരും സ്തോത്രം. ഇവർ വിശ്വാസ ജീവിതം ചെയ്യുന്നവരായിരിക്കണം, കർത്താവിനെ നോക്കി ജീവിക്കുന്നവരായിരിക്കണം. ഇങ്ങനെയുള്ള അപ്പോസ്തലന്മാർ സഭയിലുണ്ടോ? അങ്ങനെയെങ്കിൽ അത് ദൈവത്തിന്റെ സഭയാണ്. മാത്രമല്ല, പരിശുദ്ധാത്മാവിനാലാണോ സഭയെ നടത്തുന്നത്? വ്യക്തികളുടെ ഇഷ്ടപ്രകാരം നടത്തുന്നത് ദൈവത്തിന്റെ സഭയല്ല. പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടണം. പരിശുദ്ധാത്മാവിന്റെ ആലോചന അതിനാവശ്യമാണ്. മോശയെ പോലെ സീനായി പർവ്വതത്തിൽ കയറിയിരുന്നു കൊണ്ട് കൂടാരത്തിന്റെ പ്ലാൻ ലഭിച്ചതുപോലെ സഭയെ പൂർണ്ണതയിലേക്ക് നടത്തുവാൻ ആവശ്യമായ ദൈവത്തിന്റെ ആലോചന കർത്താവിന്റെ പാദപീഠത്തിൽ നിന്ന് പ്രാപിച്ച ദൈവത്തിന്റെ സഭയെ നടത്തണം. ദൈവത്തിന്റെ സ്തോത്രം. അവർ വലിയ പ്രാസംഗികന്മാരായിരിക്കില്ല. ചിലപ്പോൾ പ്രാസം ഒപ്പിച്ച് പ്രസംഗിക്കാനോ പിന്നെ ഭാഷാ ശൈലിയോ മറ്റ് മനുഷ്യരെ ആകർഷിപ്പിക്കുന്ന വാക്കുകളൊന്നും ചിലപ്പോൾ കാണുകയില്ല. വിശുദ്ധ പൗലോസ് പറയുന്നു, ഞങ്ങളുടെ ശുശ്രൂഷ വശീകരണ വാക്കുകളല്ല, പിന്നെയോ ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനം. ദൈവത്തിന്റെ സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ആലോചനയിൽ കൂടെ ആയിരിക്കാം ദൈവത്തിന്റെ സഭയെ നടത്തുന്നത്. അങ്ങനെ നടത്തപ്പെടുന്ന ഒരു സഭയിൽ നീ അംഗത്വമായിരിക്കുമ്പോൾ നിനക്ക് വേണ്ട കൃപകളോ അനുഗ്രഹങ്ങളോ പ്രാപിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിന്റെ കുറ്റം നീ തന്നെയാണ്. കാരണം നീ മുന്തിരിവള്ളിയിൽ നിന്ന് വളരെ അകന്നിരിക്കുകയാണ്. മുന്തിരിവള്ളിയുമായുള്ള ബന്ധം നിനക്കില്ല. ദൈവത്തിന് സ്തോത്രം. ഒന്ന് നീ ഉറപ്പിക്കണം, കർത്താവിന്റെ തിരുസഭയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ എനിക്ക് വേണ്ട അനുഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എപ്പോഴും ഓർക്കുന്നു, എൻ്റെ മാതൃസഭയിൽ പലപ്പോഴും നടത്തിപ്പുകാരായ വിശുദ്ധന്മാർ ചിലപ്പോൾ ആ സ്ഥലത്ത് കാണുകയില്ല. ചിലപ്പോൾ ഏതെങ്കിലും കൺവെൻഷന് പോയിരിക്കാം, ഇല്ലെങ്കിൽ നടത്തിപ്പുകാർ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വിളിച്ചിരിക്കാം. ആ സമയത്ത് ചിലപ്പോൾ വയ്യാത്ത ഏതെങ്കിലും സഹോദരിമാർ, ചിലപ്പോൾ മദറും പാസ്റ്ററും കൂടെ ഏതെങ്കിലും കൺവെൻഷനുകൾക്ക് പോകുമ്പോൾ ചിലപ്പോൾ 2 സിസ്റ്റേഴ്സ് മാത്രം അവിടെ കാണും. വയ്യാത്ത ഒരു സഹോദരിയായിരിക്കും ചിലപ്പോൾ നടത്തുന്നത്. പക്ഷേ എനിക്കൊന്നറിയാം, എനിക്ക് വേണ്ടത് തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ആ ആരാധനയിൽ പോയി ഞാൻ വലിയ കൃപകൾ പ്രാപിച്ചിട്ടുണ്ട്. ഞാൻ ദൈവശബ്ദം കേട്ടിട്ടുണ്ട്. ഇതിനകത്തൊരു ചെറിയ സഹോദരിയായിരുന്നാലും ശരി, ആ കർത്താവ് അവരുടെ പക്കൽ ഒരു ആരാധന ഏൽപ്പിക്കുന്നെങ്കിൽ, ഒരു ശുശ്രൂഷ ഏൽപ്പിക്കുന്നെങ്കിൽ നമുക്ക് തരാൻ ഒരു ആലോചനയും ദൈവയുടെ കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. 1 മണിക്കൂർ വലിയ ശക്തിയുള്ള പ്രസംഗം നടത്തിയില്ലെങ്കിലും നമ്മുടെ ജീവിത വളർച്ചയ്ക്ക് ആവശ്യമായ, നമ്മുടെ രൂപാന്തരത്തിന് ആവശ്യമായ ചിലപ്പോൾ ഒരു വാക്കായിരിക്കും. ചിലപ്പോൾ ഒരു വാക്കും സംസാരിക്കാൻ അവിടെ ഇല്ലെങ്കിൽ അവിടെ പാടുന്ന പാട്ട് നിന്നോടുള്ള ഒരു ദൂതായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഇല്ല എങ്കിൽ ഒരിക്കൽ ഞങ്ങൾ ചില ചെറുപ്പക്കാർ പ്രാർത്ഥിക്കാനായിട്ട് പോയി.
സഭാ ശുശ്രൂഷകൻ അവിടെ ഇല്ല. സഹോദരിമാർ അകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ പായിട്ടിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. കാരണം ഞങ്ങൾ ചെല്ലുമെന്ന് അവർ ചിന്തിച്ചിരുന്നില്ല. എന്നാൽ ഞങ്ങൾ കുറച്ച് പായെടുത്ത് വെളിയിലിട്ട് പ്രാർത്ഥന തുടങ്ങി എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥന നിർത്താൻ വയ്യായിരുന്നു. വലിയൊരു അഭിഷേകം, വലിയൊരു ഉണർവ് അവിടെ ഉണ്ടായി. അതിനുശേഷം നടത്തിപ്പുകാരൻ എന്ന കൊട്ടാരക്കരയിൽ നിന്ന് വരികയാണ്. വരുമ്പോൾ ഇവിടെ വലിയ ഉണർവും കൃപാവരങ്ങളൊക്കെ ജ്വലിപ്പിച്ചു കൊണ്ടിരിക്കുക. അദ്ദേഹം പറഞ്ഞ ഞങ്ങളുടെ കൂടെ അങ്ങ് ഇരിക്കുകയായിരുന്നു. റൂമിൽ പോലും കയറിയോ എന്ന് അറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. അന്ന് ഞങ്ങൾ ചെറുപ്പക്കാർ ചേർന്ന് ഒരു പ്രാർത്ഥന തന്നെ സ്റ്റാർട്ട് ചെയ്തു. ആഴ്ചയിൽ 1-2 ദിവസം കൂടി വന്ന് പ്രാർത്ഥന തുടങ്ങി. ആ പ്രാർത്ഥനയിൽ പങ്കെടുത്ത അനേകരുടെ ജീവിതത്തിൽ ഭൗതിക നന്മകളും ആത്മീയ അനുഗ്രഹവും ഉണ്ടായി. ചില കർത്താവിന്റെ വേലയ്ക്കിറങ്ങി, ചില ലോകത്തിൽ ദൈവരെ വലിയവരാക്കി തീർത്തു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞതിന്റെ കാരണം അതെ, നമ്മുടെ ഈ സഭാ ശുശ്രൂഷകരിൽ നമ്മൾ കാണുന്നതല്ല ദൈവം വച്ചിരിക്കുന്നത്. പിന്നെ എല്ലാ ശുശ്രൂഷകരും ഒരുപോലെ ആയിരിക്കുകയില്ല. സ്തോത്രം. യാഗപീഠത്തിൽ 5 വിധത്തിലുള്ള ഉപകരണങ്ങളുണ്ട്. ചട്ടികളുണ്ട്, ചട്ടുകങ്ങളുണ്ട്, മുൾക്കൊളുത്തുകളുണ്ട്, തീക്കലശങ്ങളുണ്ട്, കത്രിയുണ്ട്, ദൈവത്തിന് സ്തോത്രം, അല്ലെങ്കിൽ ചവണകളുണ്ട്. ഇതൊക്കെ ഓരോ ഉപകരണങ്ങളാണ്. ചില ശുശ്രൂഷകർ മുൾക്കൊളുത്ത് പോലെ ആയിരിക്കാം, ചില ശുശ്രൂഷകൾ ചട്ടുകം പോലെ ആയിരിക്കും, ചില ചട്ടി പോലെ ആയിരിക്കും, ചില തീക്കലശം പോലെ ആയിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തർക്കും ഒരു ശുശ്രൂഷയാണ്. ദൈവത്തിന് സ്തോത്രം. ചാരമായവരെ സംബന്ധിച്ച് ചട്ടി വളരെ നല്ലതാണ്. സ്തോത്രം. പക്ഷെ അവർക്ക് മുൾക്കൊളുത്ത് ചിലപ്പോൾ പിടിക്കത്തില്ല. പക്ഷേ തെറയിൽ തെറിച്ചു വീഴുന്ന ഒരു മാംസപിണ്ഡമാണെങ്കിൽ മുൾക്കൊളുത്തുണ്ടെങ്കിൽ അതിനെ പൊക്കിയെടുത്ത് യാഗപീഠത്തിൽ കൊണ്ടിടാൻ പറ്റുകയുള്ളൂ. സ്തോത്രം. അയ്യോ മുള്ളുകൊള്ളുമല്ലോ, ഇങ്ങനെ കുത്തിയെടുത്താൽ വേദന ഉണ്ടാകുമല്ലോ എന്ന് പറഞ്ഞാൽ നീ അവിടെ കിടക്കുകയുള്ളൂ, ചാരമാകത്തില്ല, ദൈവം ആഗ്രഹിക്കുന്ന പൂർണ്ണത പ്രാപിക്കുകയില്ല. അപ്പോൾ ഓരോ തരത്തിലുള്ളതായ, ചിലപ്പോൾ ഓരോ ശുശ്രൂഷകർക്കും ഓരോ വിധത്തിലുള്ള അഭിഷേകമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അഭിഷേകം ഒന്നാണെങ്കിലും ഓരോ വിധത്തിലുള്ള ശുശ്രൂഷകളായിരിക്കും. ചിലപ്പോൾ സഭയിൽ സ്ട്രിക്റ്റായിട്ട് ചിലപ്പോൾ നടത്തിയെന്നിരിക്കും, ചിലർ നല്ല ഉപദേശം കൊടുക്കും, ചിലർക്ക് കൃപാപരമായിരിക്കും. സ്തോത്രം. എല്ലാവരിലും ദൈവം വെച്ചിരിക്കുന്ന ഓരോ ക്വാളിറ്റികളുണ്ട് എന്ന് മറന്നു പോകരുത്. അതുകൊണ്ടാണ് സകല വിശുദ്ധന്മാരോടുകൂടി ദൈവത്തിന്റെ സ്നേഹത്തിന്റെ നീളം, വീതി, ആഴം, ഉയരം എല്ലാം മനസ്സിലാക്കണം. ചിലർ ആഴമായിരിക്കാം, ചിലർ വീതിയായിരിക്കാം, ചിലർ നീളമായിരിക്കാം. എഫേസ്യ ലേഖനത്തിൽ വ്യക്തമായി വിശുദ്ധ പൗലോസ് അത് പറയുന്നുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരും പ്രാപിക്കാൻ ഇന്നാള് ഒരു ഗുണമില്ല എന്ന് ചിലർ പറയുന്നത് കേൾക്കാം. അവരിലായിരിക്കും കൂടുതൽ ഗുണമുള്ളത്. നീ അവരോട് അടുത്ത് നോക്കുമ്പോൾ, അവരുമായുള്ള ബന്ധത്തിൽ നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ പുതുക്കുമ്പോൾ, ദൈവസഭയിൽ നീ ചേർന്ന് നിൽക്കുമ്പോൾ നിനക്ക് വേണ്ടതൊക്കെ ദൈവം തരും. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ മനസ്സിനൊത്ത ഇടയന്മാരെ ദൈവം ഓരോ സ്ഥലങ്ങളിലും ആക്കി വെക്കും. അത് ദൈവത്തിന്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ്. അയ്യോ ഈ ശുശ്രൂഷകൻ അങ്ങ് മാറിപ്പോയിരുന്നെങ്കിൽ, വേറെ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ ഒന്ന് ഗുണമുണ്ടായാലും, ഇങ്ങനെ പറയുന്നൊരു അവസാനം വരെയും അങ്ങനെ തന്നെ പറയും. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അച്ചായ ഒരാൾ പറയുകയാണ്, അച്ചായ ഈ പുള്ളി ഇവിടെ നിന്ന് മാറിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാനും പരമാർത്ഥ ഹൃദയത്തോട് ചിന്തിച്ചു. സ്തോത്രം. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ മാറ്റത്തിന് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കാറില്ല, ആർക്കും വേണ്ടി മാറ്റത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറില്ല. ദൈവത്തിന് സ്തോത്രം. എങ്കിലും നടത്തിപ്പുകാർ അവിടുത്തെ അവസ്ഥയെ കണ്ടുകൊണ്ട് വേറൊരാളെ വെച്ചു. അപ്പോഴും ഇവരിത് തന്നെയാണ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ മനസ്സിലായി, ചിലരെ സംബന്ധിച്ച് മരംകൊത്തിയെ പോലെയാണ്. മരംകൊത്തി അത് എല്ലാ മരത്തിലും ചെന്നിരുന്ന് കൊത്തിക്കൊണ്ടിരിക്കും. ഒരു മരത്തിൽ കൊത്തിയിട്ട് അടുത്ത മരത്തിൽ പോകും. എന്തിനാണ്? ഈ മരം കൊള്ളത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത മരത്തിൽ പോകും. അതിൽ ചെന്ന് കൊത്തിയിട്ട് ഇതും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് അടുത്ത മരത്തിൽ പോകും. ഇതുപോലെ ഇത് ചാകുന്നവരെ മരം മാറി മാറി കൊത്തിക്കൊണ്ടിരിക്കും. ഇതിനൊന്നിനെ ആസ്വദിക്കാൻ പറ്റുകയില്ല. ദൈവത്തിന് സ്തോത്രം. എവിടെ ഏത് സ്ഥലത്ത് ഏത് ശുശ്രൂഷകരെ ദൈവമാക്കി വെച്ചിരിക്കുന്നോ ആ സഭയുടെ അവസ്ഥ അറിഞ്ഞ് ദൈവം നടത്തും. ചില കാലങ്ങളിൽ ആ വ്യക്തികൾ ഇരിക്കേണ്ടതാണ്. ഇരിക്കുമ്പോൾ നടക്കേണ്ട ചില കാര്യങ്ങൾ നടക്കും. നീ ഉദ്ദേശിച്ച പലതും നടന്നില്ലെങ്കിലും ദൈവം ഉദ്ദേശിച്ച പലതും നടക്കും. കാരണം എന്താണ്? സഭ ദൈവത്തിൻ്റെതാണ്, ശുശ്രൂഷകർ ദൈവത്തിൻ്റെതാണ്. ദൈവത്താലാണ് നിയമിക്കപ്പെടുന്നത്, ദൈവത്താലാണ് അയക്കപ്പെടുന്നത്. നമ്മുടെ ഇഷ്ടപ്രകാരം ചിലപ്പോൾ ഒരു ശുശ്രൂഷകരെ മാറ്റുവാൻ നമ്മൾ പ്രേരിപ്പിച്ചാൽ, അങ്ങനെ ഒന്ന് മാറിയാൽ നമുക്ക് തന്നെയായിരിക്കും ദോഷം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എല്ലാവരും ദൈവം വച്ചിരിക്കുന്ന ക്വാളിറ്റികളുണ്ട്. കാരണം അവരുടെ മേലുള്ള ഒരു അഭിഷേകമുണ്ട്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകർ മാത്രമാണ് ദൈവത്തിന്റെ സഭയെ നടത്തുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അവരോട് ചേർന്നിരിക്കുമ്പോഴാണ് നിന്റെ സൗന്ദര്യം വർദ്ധിക്കുന്നത്. ഇതാ സഹോദരങ്ങൾ,
ഒത്തൊരുമിച്ച് വസിക്കുക എന്ന് പറയുമ്പോൾ, ഒത്തൊരുമിച്ച് വസിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? കൂട്ടുവിശ്വാസിയുമായിട്ട് ഒന്നായിരിക്കണം. 1 ഭവനത്തിൽ ഒന്നായിരിക്കണം, 2 കൂട്ടുവിശ്വാസിയുമായിട്ട് ഒന്നായിരിക്കണം, 3 കർത്താവിൻ്റെ ശുശ്രൂഷകരുമായിട്ട് ഒന്നായിരിക്കണം, പരിശുദ്ധാത്മാവുമായിട്ട് ഒന്നായിരിക്കണം, ദൈവവുമായിട്ട് ഒന്നായിരിക്കണം. ചിലക്ക് ഞങ്ങളെ ആർക്കും വേണ്ട, ഞങ്ങളെ ദൈവം അറിഞ്ഞാൽ മതി, എന്നെ സുവിശേഷ വേലക്കാരും അറിയണ്ട, എന്നെ ദൈവം മാത്രം മതി, ഡയറക്റ്റ് കണക്ഷനാണ്. വല്ല നേടിയോ, വിശുദ്ധി പ്രാപിച്ചോ, ആത്മീയമായി വല്ല പ്രയോജനം ഉണ്ടായി എന്ന് ചോദിച്ചാൽ അവസാനം 0 എന്ന് പറയേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. ദൈവികമായി ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥയിൽ കൂടെയുള്ള ഐക്യതയെ നമ്മൾ സൂക്ഷിക്കണം. ചിലപ്പോൾ ചില ബലഹീനതകളോ കുറവുകളോ ചില ശുശ്രൂഷകൾ ഉണ്ടായിരുന്നാൽ പോലും ദൈവമല്ലേ തിരഞ്ഞെടുത്തത്. ദൈവത്തിന് സ്തോത്രം. അതെ, ആ പെട്ടകം അറിയാൻ തുടങ്ങിയപ്പോൾ ഉസാജ് എന്ന് കൈവച്ച് പിടിക്കുകയാണ്. പെട്ടകം മറിഞ്ഞു പോയാൽ എന്ത് ചെയ്യുന്നുള്ള വലിയ ഭാരം. പക്ഷെ പോയത് ആർക്കാണ്? ഉസായിക്കായിരുന്നു. നിന്റെ കൈകൊണ്ട് വേണ്ടാത്ത കാര്യങ്ങളിൽ ചെന്ന് തൊട്ട് ദൈവത്തിന്റെ ശിക്ഷ വാങ്ങാതെ ദൈവം നോക്കിക്കൊള്ളൂ എന്ന് പെട്ടകത്തിന് പ്ലാൻ കൊടുത്ത ദൈവത്തിന് അറിയത്തില്ലേ? ഫിലിസ്ത്യ പാളയത്തിൽ ചെന്നിട്ട് ഒരു മനുഷ്യൻ തൊടാൻ കഴിയാത്ത വിധത്തിൽ ദൈവത്തിനെ സൂക്ഷിച്ചില്ലേ? അങ്ങനെയുള്ള ദൈവത്തിന് തുടർന്ന് ഈ പെട്ടകത്തെ കൊണ്ടുപോകാൻ കഴിയത്തില്ലേ? മറിഞ്ഞു പോകുന്നത് നിനക്കാണോ? ദൈവം നോക്കിക്കൊള്ളും. മറിയാൻ നീ കൈ പിടിക്കാതിരുന്നെങ്കിൽ, ഉസയോട് പറയുകയാണ്, നീ അതിൽ പെട്ടകം മറിഞ്ഞു പോകുമെന്ന് പറഞ്ഞുകൊണ്ട് നീ അതിൽ പിടിക്കാതിരുന്നെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിനക്ക് കാണാമായിരുന്നു. എന്താ ദൈവം ചെയ്യുന്നത് കാണാമായിരുന്നു. ആ ദൈവപ്രവൃത്തി കാണാതെ നിന്റെ അവിവേക നിമിത്തം അതിൽ ചെന്ന് താങ്ങാൻ തുടങ്ങി. നീ വിചാരിച്ചു നിന്റെ കൈ കൊണ്ടാണ് ഇത് നിലനിൽക്കുന്നതെന്ന്. ഒരിക്കലും പാടില്ല. ദൈവത്തിന് സ്തോത്രം. ഒത്തൊരുമിച്ച് ചേർന്ന് ഉപദേശത്തിലും വിശ്വാസത്തിലും കൃപയിലും നിറഞ്ഞ് ഒന്ന് ചേർന്ന് വസിക്കുമ്പോൾ ഒരു വലിയ സൗന്ദര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇതാ മുന്തിരിത്തോട്ടം മനോഹരമായി തീർന്നപ്പോൾ അതിനെക്കുറിച്ചൊരു പാട്ട് പാടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത് പാടുന്നത് യെശയ്യാ പ്രവചനം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവിടെ പറയുന്നു, എൻ്റെ പ്രിയതമന് അവന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് പ്രിയന്റെ പാട്ട് പാടും. ദൈവത്തിന് സ്തോത്രം. ഇത് പ്രിയന്റെ പാട്ടാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്താലുള്ള ഒരു പാട്ടാണ്. പ്രിയന്റെ പാട്ടിന് പ്രത്യേകത ഉണ്ട്. പ്രിയൻ അതിൽ പ്രസാദിക്കണം. കർത്താവായ യേശു ക്രിസ്തു സ്നാനവെള്ളത്തിൽ നിന്ന് കയറി അതേ യോർദാന്റെ കരയിലേക്ക് കയറുമ്പോൾ സ്വർഗം തുറന്നപ്പോൾ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്ന ഒരു ദൈവശബ്ദം ഉണ്ടായി. ദൈവം നമ്മിൽ പ്രിയപ്പെടുമ്പോൾ പ്രിയന്റെ പാട്ട് അവിടെ മുഴങ്ങും. ദൈവത്തിന് സ്തോത്രം. ഈ പാട്ടെന്ന് പറയുന്നത് ദൈവം അതെ നമ്മുടെ സന്തോഷത്തിൽ നിന്ന് വിജയത്തിൽ നിന്ന് ഉണ്ടാകുന്ന വാക്കുകളാണ്. അതൊക്കെയാണ് തിരുവെഴുത്തിൽ പാട്ടുകളായി കാണപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയന്റെ വിജയത്തിന്റെ പാട്ട്. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹത്തിന്റെ പാട്ട്. ഈ പാട്ടിന് 2 ഭാഗങ്ങളുണ്ട്. അത് പറഞ്ഞ് ഞാൻ നിർത്താം. ദൈവത്തിന് സ്തോത്രം. ഒന്നാമതായി ഈ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് പാട്ട് പാടാനുള്ള കാരണം, ഈ മുന്തിരിത്തോട്ടം നിൽക്കുന്നത് എവിടെ? പ്രിയതമന്റെ മുന്തിരിത്തോട്ടമാണ്. ഇത് ഫലവത്തായ കുന്നിന്മേലാണ്. ദൈവത്തിന് സ്തോത്രം. ഫലവത്തായ ഒരു കുന്ന്, ദൈവം തൻ്റെ സഭയെ ആക്കി വച്ചിരിക്കുന്ന ശ്രേഷ്ഠമായ ദൈവിക വളർച്ചയ്ക്ക് ദൈവം കൊണ്ടുവച്ചിരിക്കുന്ന സ്ഥാനമാണ് ഫലവത്തായ കുന്ന്. അതാണ് ക്രിസ്തുയേശു മൂലക്കല്ലായിരിക്കുന്ന, അപ്പോസ്തലന്മാർ പ്രവാചകന്മാർ അടിസ്ഥാന കല്ലുകളായിരിക്കുന്ന, ജീവനുള്ള കല്ലുകളെ കൊണ്ട് സത്യ ഉപദേശത്താൽ നടത്തപ്പെടുന്ന ദൈവത്തിന്റെ സഭയാണ് ഈ ഫലവത്തായ കുന്ന്. ദൈവത്തിന് സ്തോത്രം. ഈ ഉപദേശങ്ങളാണ് ഫലവത്തായ കുന്ന് എന്ന് മറന്നു പോകരുത്. സഭയുടെ ഉപദേശങ്ങളെ ആർക്കും മാറ്റാൻ സാധ്യമല്ല. ഇത് മനുഷ്യരാൽ എഴുതി ഉണ്ടാക്കപ്പെട്ടതുമല്ല. തിരുവെഴുത്ത് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ തിരുവെഴുത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന സത്യ ഉപദേശങ്ങൾ, ഇസ്രായേലിന്റെ പുറപ്പാടുമായി ബന്ധപ്പെട്ട ഉപദേശങ്ങൾ സ്ഥാപിക്കുന്നുണ്ട്. അതെല്ലാം പുതിയ നിയമത്തിൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ആകയാൽ ഈ ഉപദേശപ്രകാരമുള്ള ആത്മാവിന്റെ ഐക്യതയിലുള്ള ഈ സമൂഹം ഫലവത്തായ ഒരു കുന്നിനെ പോലെയാണ്. മാത്രമല്ല അതിനൊരു വേലിയുണ്ട്. വേലി കെട്ടിയ ഒരു തോട്ടമാണ്. ദൈവത്തിന്റെ സഭയാം തോട്ടം എന്ന് പറയുന്നത് അതിനൊരു വേലിയുണ്ട്. ഇഷ്ടം പോലെ എല്ലാവർക്കും ഇഷ്ടം പോലെ ജീവിക്കാനും പ്രവർത്തിക്കാനും സാധ്യമല്ല. ഇഷ്ടം പോലെ പോകാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് സഭാപ്രസംഗം നമ്മൾ വായിക്കുന്നത്, മതിൽ പൊളിക്കുന്നവരെ പാമ്പ് കടിക്കും. ദൈവത്തിന് സ്തോത്രം. മതിൽ അല്ലെങ്കിൽ ഒരു വേലിക്കെട്ട്
ഉത്തമഗീതത്തിൽ നമ്മൾ വായിക്കുന്നു, എൻ്റെ കാന്ത കെട്ടി അടയ്ക്കപ്പെട്ട ഒരു തോട്ടമെന്നാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ സഭയാം തോട്ടത്തിന് ചുറ്റും വേലി കെട്ടിയിട്ടുണ്ട്. ഇത് ദൈവം വച്ചിരിക്കുന്ന അതിർവരമ്പുകളാണ്, ദൈവം വച്ചിരിക്കുന്ന ക്രമീകരണങ്ങളാണ്, ദൈവം വച്ചിരിക്കുന്ന നിയമങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. സഭയുടെ പരിപാലനത്തിന് വേണ്ടി, പൂർണ്ണതയ്ക്ക് വേണ്ടി ഓരോ ഇടത്തും ഓരോ വിധത്തിലുള്ള ക്രമീകരണങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. എല്ലാം ചിലപ്പോൾ ബൈബിളിൽ എഴുതിയിരിക്കുന്ന വാക്യം പോലെ അല്ലായിരിക്കും, അതുപോലെയുള്ള കാര്യങ്ങളുണ്ട്. പരിശുദ്ധാത്മാവ് വിശുദ്ധന്മാർക്ക് ഓരോരോ കാലങ്ങളിൽ പ്രേരിപ്പിക്കുന്നതനുസരിച്ച് ചില ക്രമീകരണങ്ങൾ വയ്ക്കാൻ സാധ്യതയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ലോകത്തിൽ തന്നെ ഒരു സമയത്ത് ഓല വെച്ചൊക്കെ മതിൽ കെട്ടിയിരുന്നു, പിന്നീട് പ്ലാസ്റ്റിക് വെച്ച് കെട്ടാൻ തുടങ്ങി, പിന്നീട് കോൺക്രീറ്റ് മതിൽ കെട്ടാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ഓരോ കാലങ്ങളിൽ ഓരോ, ചിലപ്പോൾ എല്ലായിടത്തും ഒരുപോലെയല്ല. കടൽ ഭിത്തികളൊക്കെ ഉള്ളിടത്ത്, ഇല്ലെങ്കിൽ സമുദ്രതീരത്തിൻ്റെ അടുത്തൊക്കെ ചിലപ്പോൾ വെറും അങ്ങനെ പ്ലാസ്റ്റിക് വെച്ച് കെട്ടിയാൽ നിൽക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ചില സ്ഥലങ്ങളിൽ അത് മതി. അപ്പോൾ ഇതുപോലെ ഓരോ സഭയുടെ ഓരോ അവസ്ഥകൾ അനുസരിച്ച് ചിലപ്പോൾ ചില ക്രമീകരണങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ ഓരോ കാലത്തിനനുസരിച്ച് ക്രമീകരിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നതനുസരിച്ച് ചിലപ്പോൾ വിശുദ്ധന്മാർ ചെയ്യുമ്പോൾ ഇത് ദൈവത്തിൻ്റെ സഭയുടെ സൂക്ഷിപ്പിന് വേണ്ടി ദൈവത്താൽ വച്ചിരിക്കുന്ന ഒരു വേലിക്കെട്ടാണ് എന്ന് മറന്നു പോകരുത്. ഇത് പൊളിച്ചാൽ ചിലപ്പോൾ സർപ്പത്തിന്റെ കടിയേൽക്കാം എന്ന് പറഞ്ഞാൽ സാത്താന്റെ വഞ്ചനയിൽ അകപ്പെട്ടു പോകാം. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, ഇതിലെ കല്ലുകളെല്ലാം പെറുക്കി കളഞ്ഞു. ചില കല്ലുകളുണ്ട്. സ്തോത്രം. ഈ കല്ലുകൾ സ്നേഹസന്ധിയിൽ മറഞ്ഞിരിക്കുന്ന പാറകളെന്ന് യൂദായുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് പോലെ ചിലപ്പോൾ മറഞ്ഞിരിക്കുന്ന ചില കല്ലുകൾ കാണും, എവിടെയെങ്കിലും തടസ്സമായി നിൽക്കുന്ന കല്ലുകൾ. സ്തോത്രം. ഇതൊക്കെ പറക്കി കളയുമ്പോൾ ചിലക്ക് ബുദ്ധിമുട്ടുണ്ടാകാം, എങ്കിലും സ്തോത്രം, തടസ്സമായി നിൽക്കുന്ന കല്ലുകളെ എല്ലാം മാറ്റിക്കളയുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണ് കല്ല് പെറുക്കി കളഞ്ഞതിന് ശേഷം നല്ല വക മുന്തിരി നടുകയാണ്. നല്ല വക മുന്തിരി ദൈവത്താൽ ഒരുക്കപ്പെട്ട് അതിൽ നടുകയാണ്. ദൈവത്തിന്റെ ജനമെന്ന് പറഞ്ഞാൽ സഭയിൽ നടപ്പെട്ടവരാണ്, ഓടിക്കളിക്കുന്നവരല്ല. നമ്മെ ഓരോരുത്തരെയും നട്ടുവെച്ചിരിക്കുകയാണ്. നട്ടുവെച്ചിരിക്കുന്നെങ്കിൽ അതിൽ ഫലമുണ്ടാകില്ല. അത് വേറിറങ്ങണം. അതുകൊണ്ടാണ് അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും. കൊലോസ്യലേഖനം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെ വളർച്ച പ്രാപിക്കണം എന്ന തിരുവെഴുത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ, അവനിൽ വേരൂന്നി ആത്മീയ വർധന പ്രാപിച്ച് നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ച് സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൽ നമ്മുടെ വേര് ഊന്നണം. വിശ്വാസത്താൽ നമ്മൾ ഉറപ്പിക്കപ്പെടണം. നമ്മൾ ഉറപ്പിക്കാൻ വേണ്ടിയാണ് പലവിധമായ പരീക്ഷകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ 2-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഗുണമാക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് അതിന് അശേഷം സന്തോഷമെന്ന് എണ്ണുവീൻ. സ്തോത്രം. നിങ്ങളെ ദൈവത്തിന്റെ സഭയിൽ കൊണ്ട് നടുമ്പോൾ പലവിധമായ പരീക്ഷകൾ ഉണ്ടാകാം. ഇതിൽ നമ്മൾ എന്താണ് സംഭവിക്കുന്നത്? വിശ്വാസത്തിന്റെ പരിശോധനകൾ വരുമ്പോൾ ഈ പരിശോധന നമ്മളെ എങ്ങനെയാക്കി തീർക്കണം? ഉറപ്പിക്കുകയാണ്. അനേക പരീക്ഷകളിലൂടെ കടന്നുപോയി ഉറച്ച് മുൻപോട്ട് പോകുമ്പോൾ പിന്നീട് ചില പരീക്ഷകൾ വന്നാൽ പ്രശ്നമില്ല, പ്രയാസമില്ല. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും ഒരു വ്യക്തിയുടെ പിന്മാറ്റവും ചില തെറ്റായ ചില കാര്യങ്ങൾ കണ്ടിട്ട് ഒരാൾ എന്നോട് ചോദിച്ചു, അയ്യോ അച്ചായ, നമ്മുടെ ഇടയിലും ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നീ കണ്ടു തുടങ്ങിയതേ ഉള്ളൂ, ഇനി കുറച്ച് മുൻപോട്ട് പോകുമ്പോൾ ഇതിലും വലിയത് കാണും. പക്ഷേ പലതും കണ്ട് നിന്റെ ഹൃദയം ദൈവത്തിന് അകന്നു പോകാതെ വിശ്വാസത്താൽ ഉറച്ച് സ്തോത്രത്തിൽ കവിഞ്ഞ് ക്രിസ്തുവിൽ വേരൂന്നി ഉപദേശം നിലനിന്ന് മുൻപോട്ട് പോകുമ്പോൾ നിനക്ക് മനസ്സിലാകും ഇതിൻ്റെ ഇടയിലൂടെയാണ് നീ വളരേണ്ടത്. ഒടുവിൽ നീ ഉറപ്പിക്കപ്പെടും. പിന്നെ പലതും കാണുമ്പോൾ നീ മൈൻഡ് ചെയ്യില്ല. കാരണം എന്താണ്? നീ ഉറപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കല്ലുകളെല്ലാം പറക്കിക്കളഞ്ഞ് നല്ല വക മുന്തിരി വള്ളി നടുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം ഒരു ഗോപുരം പണിതു. ദൈവത്തിന് സ്തോത്രം. എന്തിനാണ്? ഈ മനോഹരമായ മുന്തിരിത്തോട്ടം ഇവിടെ ഉണ്ടെന്ന് എല്ലാവരും അറിയണം. ദൈവത്തിന് സ്തോത്രം. ഈ ഗോപുരമാണ് യഹോവയുടെ നാമമെന്ന ബലമുള്ള ഗോപുരം. വേറെ ഒരു പേരും അവിടെ ഇല്ല.
ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കർത്താവിൻ്റെ നാമമാണ് എപ്പോഴും സഭയിൽ ഉയർന്നു നിൽക്കേണ്ടത്. വ്യക്തികളെ പ്രശംസിക്കാൻ വേണ്ടിയല്ല, വ്യക്തികളുടെ പേരെടുത്ത് പറയാൻ വേണ്ടിയല്ല. ഇന്ന് പല സ്റ്റേജുകളിലും കർത്താവിനെ വെളിപ്പെടുത്തുന്നതിനേക്കാൾ ഉപരി പ്രാസംഗികന്മാരെ പ്രശംസിക്കാനും വെളിപ്പെടുത്തുവാനാണ് അധികം സമയമെടുക്കുന്നത്. ഞാൻ ആരെയും വിമർശിക്കുകയല്ല, ഇതൊക്കെ ചിലപ്പോൾ കാണുമ്പോൾ തോന്നിപ്പോകാറുണ്ട്. കർത്താവിന് ഇവിടെ സ്ഥാനമില്ലല്ലോ എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. വ്യക്തികളുടെ പേര് വെളിപ്പെടുത്തുന്നതല്ല ദൈവത്തിൻ്റെ സഭ. കർത്താവിൻ്റെ നാമം അവിടെ ഉയർത്തപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം അത് കൂടാതെ ഒരു ചക്കും പണിതു. ചക്ക് എന്തിനു വേണ്ടിയാണ്? മുന്തിരിക്കുല ധാരാളമായി കായ്ക്കുമെന്നുള്ള വിശ്വാസത്താൽ ഇടുന്ന ചക്കാണ്. ഈ ചക്ക് കൊണ്ട് എന്ത് ചെയ്യുന്നു? മുന്തിരിക്കുല മുഴുവൻ ആട്ടി ധാരാളമായി വീഞ്ഞെടുക്കണം. ഒരു ചക്ക് അവിടെ വയ്ക്കും. വേലി കെട്ടുന്നവൻ ഒരു ചക്കിടുമെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. നല്ല വക മുന്തിരിവള്ളി നടുന്നവൻ ഒരു ചക്ക് അവിടെ വെച്ചിട്ടുണ്ടെന്ന് മറന്നു പോകരുത്. ഈ ഫലവത്തായ കുന്നിന്മേൽ നിന്നെ കൊണ്ടുവന്നപ്പോൾ ഒരു ചക്ക് അവിടെ പണിഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് മറന്നു പോകരുത്. അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? നിന്നെ കൊണ്ടുവന്നതിന്റെ ഫലം നീ പൂർണ്ണമായി വെളിപ്പെടുത്തണം. അവിടെയാണ് പാട്ടുപാടാൻ സാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്തെ പാട്ട് ഈ ഫലവത്തായ കുന്നിന്മേൽ കൊണ്ടുവന്നതിന്റെ പാട്ടാണ്. ദൈവത്തിന് സ്തോത്രം. ഈ കുന്നിന്മേൽ കൊണ്ടുവന്നതിന്റെ പാട്ട്, ഈ കൃപയിലേക്ക് കൊണ്ടുവന്നതിന്റെ പാട്ട്, ഈ ബോവസിന്റെ വയലിലേക്ക് കൊണ്ടുവന്നതിന്റെ പാട്ട്, അത് മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ പാട്ട് ഇതാ എന്താണ്? ഞാനതിനെ സൂക്ഷിക്കും, ഞാനതിനെ നടത്തും. അതാണ് 27-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ കാണുന്നത്. മനോഹരമായ മുന്തിരിത്തോട്ടം ഒന്നാമത് മനോഹരമായി തീർന്നത് ഫലവത്തായി കുന്നിന്മേൽ വന്നതുകൊണ്ടാണ്, ദൈവം അതിനെ നട്ടുവെച്ചത് കൊണ്ടാണ്. രണ്ടാമത് ഇത് മനോഹരമായി തീരുന്നത് ഇതിന്റെ ഐക്യതയിലൂടെ, ഫലം പുറപ്പെടുവിക്കുന്നതിലൂടെയാണ്. സ്തോത്രം. എന്തുകൊണ്ടാണ്? ആദ്യത്തെ അനുഭവത്തിൽ കാണുന്നതിന്റെ താഴേക്ക് വായിക്കുമ്പോൾ 5-ാം അധ്യായത്തിൽ കാണുന്നത് കാത്തിരുന്നപ്പോൾ കാട്ടുമുന്തിരിങ്ങ കായ്ച്ചു എന്നാണ്. വലിയ ദുഃഖത്തോടെ പറയുന്നു, ഞാൻ ഈ തോട്ടത്തിൽ ഇനി എന്ത് ചെയ്യണം? ദൈവത്തിന് സ്തോത്രം. ഞാനതിന്റെ വേലി പൊളിച്ചു കളയും, ഞാനതിന്റെ മതിലിടിച്ചു കളയും, ഞാനതിനെ ശൂന്യമാക്കും. ദൈവത്തിന് സ്തോത്രം. അയ്യോ, അത് ചവിട്ടി മെതിച്ചു കളയും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആക്കി തീർക്കും. എന്നാൽ ഇത് നല്ല ഫലമാണെങ്കിൽ അടുത്ത വാഗ്ദത്തം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. എന്താണ്? നല്ല ഫലത്തിന്റെ പരിണിത ഫലമായിട്ട് ഉണ്ടാകുന്ന അനുഭവമാണ് ഞാനതിനെ സൂക്ഷിക്കും. യഹോവയായ ഞാനതിനെ സൂക്ഷിക്കും, ഞാനതിനെ ക്ഷണം പ്രതി നനയ്ക്കും. ആരും തൊടാതിരിക്കേണ്ടതിന് രാവും പകലും ഞാൻ അതിനെ കാക്കും. ഇതാണ് രണ്ടാമത്തെ പാട്ട്. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത് ഈ ഫലവത്തായ കുന്നിന്മേൽ കൊണ്ടുവന്നു, ഈ കൃപയിലേക്ക് കൊണ്ടുവന്നു, കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നു, ഉപദേശത്തിലേക്ക് കൊണ്ടുവന്നു. അതാണ് ഒന്നാമത്തെ പാട്ട്. ഈ പാട്ട് നമ്മുടെ ഇടയിൽ നഷ്ടപ്പെട്ടു പോകരുത്. കൂട്ടായ്മ വിട്ടുപോയാൽ ആ പാട്ട് നഷ്ടപ്പെട്ടു പോകും. ഉപദേശം വിട്ടുപോയാൽ ആ പാട്ട് നഷ്ടമായി പോകും. പ്രമാണത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയാൽ ആ പാട്ട് നഷ്ടമാകും. വേർപാട് ജീവിതം നഷ്ടപ്പെടുത്തിയാൽ ആ പാട്ട് നഷ്ടമാകും. രണ്ടാമത്തെ പാട്ട് എന്താണ്? ഇതാ ഈ തോട്ടത്തിൽ ധാരാളം വിളവുണ്ടായി, ധാരാളം മുന്തിരിക്കുല ഇങ്ങനെ പഴുക്കുവാൻ തുടങ്ങി. തുടർന്ന് ഇതാ ദൈവം അടുത്ത വാഗ്ദത്തം പുറപ്പെടുവിക്കുകയാണ്. ഞാൻ അതിനെ ഇനി നനയ്ക്കും. ഇനി പൊളിച്ചു കളയുകയല്ല, മതിലിടിച്ചു കളയുകയല്ല, പിന്നെ ഞാൻ അതിനെ നനയ്ക്കും. ഒരു കാര്യം ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി ഇന്ന് പകൽക്കാലം ഓർപ്പിക്കുകയാണ്. പ്രിയരെ, നിങ്ങളെ ദൈവം കൊണ്ടുവന്നതിന്റെ അനുഭവം നിങ്ങളിലുണ്ടോ? വിശ്വാസത്തിൽ കൊണ്ടുവന്നതിന്റെ അനുഭവം നിങ്ങളിൽ ഉളവാകുവാൻ നിങ്ങൾ സമർപ്പിച്ച് ജീവിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് നമ്മുടെ തീരുമാനത്തെ പുതുക്കാം. കർത്താവേ, നാളുകളായി വിശ്വാസത്തിൽ വന്നിട്ട് സത്യം കേട്ടിട്ട് നാളുകളായി പലപ്പോഴും അനുഭവമില്ലാത്തവനെ ഞാൻ മാറിയിട്ടുണ്ട്. കൃപ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കർത്താവിന്റെ ദുഃഖമായി ഞാൻ മാറ്റപ്പെട്ടിട്ടുണ്ട്. ഇനിയല്ല, കർത്താവിന്റെ പാട്ട് എന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഒരു മനോഹരമായ പാട്ട് പാടത്തക്ക വിധത്തിൽ ജീവിതം വിജയമായി, ജീവിതം ഫലമായി, ജീവിതം അനുഗ്രഹമായി എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവം ദുഃഖിക്കാത്തൊരനുഭവത്തിലായി തീരുവാൻ ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു പറയുമ്പോൾ മനോഹരമായ തോട്ടത്തെ പറ്റി അടുത്ത പാട്ട് പാടുവീൻ. ഇത് വിശ്വാസത്തിന്റെ പാട്ടാണ്. ദൈവത്തിന് എന്താണ് ആ പാട്ട്? ഇതാ ഞാനതിനെ ക്ഷണം പ്രതി നനയ്ക്കും. അതേ ഫലം കായ്ക്കുന്ന ദൈവവേദനയെ, ജീവിതത്തിൽ അനുഭവങ്ങളുള്ള ദൈവവേദനയെ ഞാൻ നിന്നെ സൂക്ഷിക്കും. ക്ഷണം പ്രതി ഞാനതിനെ യഹോവയായി ഞാനതിനെ സൂക്ഷിക്കും എന്ന് പറഞ്ഞാൽ ശത്രു നിന്നെ കാണുക
കാണുകയില്ല, ശത്രു നിന്നെ തൊടുകയില്ല. ഞാൻ അതിനെ നനയ്ക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ ഇനിയും അതിനെ വളർത്തും, ഞാൻ ഇനി അതിനെ വളർത്തും. ഇനി അതിൽ പുതിയ കൊമ്പുകൾ ഉണ്ടാകും, പുതിയ ഇലകൾ ഉണ്ടാകും, പുതിയ തളിരുകൾ ഉണ്ടാകും, ധാരാളം വള്ളികൾ ഇനിയും അതിൽ ഉണ്ടാകുവാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞാൻ ഇതിനെ ക്ഷണം പ്രതി നനയ്ക്കും. മാത്രമല്ല ഒരു ശക്തിയും തൊടാതിരിക്കേണ്ടതിന്, ഒരു അന്ധകാര ശക്തിയും അതിനെ തൊടാതിരിക്കേണ്ടതിന് ഞാൻ രാവും പകലും, നമ്മുടെ ജീവിതത്തിൽ രാവുമുണ്ട് പകലുമുണ്ട് പ്രിയരെ. ചിലപ്പോൾ പകലായിരിക്കും, പകൽ നിന്നെ നശിപ്പിച്ച് കളയരുത്, രാത്രി നിന്നെ നശിപ്പിച്ച് കളയരുത്. സ്തോത്രം. അന്ധകാരത്തിന്റെ ശക്തി നിന്നോട് എതിർക്കരുത്. ചിലപ്പോൾ നിനക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ദൈവം തരും, ചിലപ്പോൾ ധാരാളം നന്മകൾ തന്ന് ഒരു പകൽ കാലം പോലെ സൂര്യൻ ശോഭിക്കുന്ന പോലെ നന്മകളെ കൊണ്ട് നിന്നെ നിറയ്ക്കും. അപ്പോഴും നീ നഷ്ടപ്പെട്ടു പോകരുത്. ചിലപ്പോൾ രാത്രികാലങ്ങൾ നിന്റെ വിശ്വാസ പാതയിൽ ഉണ്ടാകും, അപ്പോഴും നീ നഷ്ടപ്പെട്ടു പോകരുത്. ഞാനതിനെ സൂക്ഷിക്കും, ഞാനതിനെ നനയ്ക്കും എന്നുള്ള വാക്യം നിന്റെ ജീവിതത്തിൽ നിറവേറട്ടെ. വിശുദ്ധ പൗലോസ് പറയുന്നു, അവൻ എന്റെ ഉപനിധി, ആ ദിവസം വരെ അവൻ എന്നെ സൂക്ഷിക്കും, ഞാനതിൽ ഉറച്ചിരിക്കുന്നു, ഞാനതിൽ ഉറച്ചിരിക്കുന്നു. നമുക്ക് കർത്താവിൽ ഉറപ്പിക്കപ്പെടാം. ഈ മുന്തിരിത്തോട്ടത്തെ സൂക്ഷിക്കുന്ന ഒരു നല്ല ഇടയൻ, ഇതിനെ വേരുകെട്ടി സൂക്ഷിക്കുന്ന ഒരു നല്ല ഇടയൻ നമ്മോട് കൂടെയുണ്ട് പ്രിയരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, നിത്യതയിൽ നമുക്കൊരു പാട്ടുണ്ട് പ്രിയരെ. സ്തോത്രം. ഒരു പുതിയ പാട്ട് നിത്യതയിൽ പാടാൻ പോവുകയാണ്. ആർക്കും പാടാൻ കഴിയാത്ത പുതിയ പാട്ട് പാടിക്കൊണ്ട് നിത്യതയിലും കർത്താവിനോടുകൂടെ വാഴാൻ പോവുകയാണ്. ഈ മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത് നിത്യതയിലേക്ക് നമ്മെ ഒരുക്കുന്ന ഒരു മുന്തിരിത്തോട്ടം അത്രേ. നിത്യതയിൽ കർത്താവിനോടുകൂടെ നിത്യമായി അനുഭവിക്കുന്നതാണ്. ഈ മുന്തിരിത്തോട്ടത്തിന്റെ അനുഭവം ഇതാ നിത്യതയിൽ വെളിപ്പെടാൻ പോവുകയാണ്. അനേകർ നിത്യമായി സന്തോഷത്തിൽ പ്രവേശിക്കാൻ പോവുകയാണ്. ആ നാളുകളെ തൊമണിത്തിരിക്കുന്നു. നമ്മുടെ പ്രാണപ്രിയൻ വെളിപ്പെടാറായി. നമുക്കതിനായിട്ട് ഒരുങ്ങാം പ്രിയരെ. നമുക്കതിനായി നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം.